ഇന്നല്ലദീന കസ്സബൂ ബി ആയാതിന, അള്ളാഹുവിന്റെ തെളിവുകൾ. ഞാൻ എന്ന് പറയുമ്പോൾ റബ്ബിലേക്കാണ്, അർബാബിലേക്കാണ്. അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുമ്പോൾ എപ്പോഴും ഏകവചനമായിട്ടാണ് പറയുന്നത്. ഇന്നനി അനല്ലാഹുവിനെ പറയുള്ളൂ. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. റബ്ബിലേക്ക് ചേർത്ത് പറയുമ്പോഴാണ് ബഹുവചനത്തിൽ ഖുർആനിൽ ഉപയോഗിക്കുന്നത്. അതാണ് കസ്സബൂ ബി ആയാതിന എന്ന് പറയുന്നത്. നമ്മുടെ എന്ന് പറയണമെങ്കിൽ അത് റബ്ബിലേക്കാണ്. കാരണം അർബാബ് മുതഫരിഖൂനാണ്. റബ്ബുകൾ വ്യത്യസ്തങ്ങളാണ്, വ്യത്യസ്ത റബ്ബുകളാണ് ഉള്ളത്. അതുകൊണ്ടാണ് റബ്ബിലേക്ക് ചേർത്ത് പറയുമ്പോഴൊക്കെ ഞാ എന്നും ഇന്ന എന്നും ഇന്നാ നഹ്നു എന്നൊക്കെ പറയുന്നത് അപ്പോഴാണ്. നേരെ മറിച്ച് അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുമ്പോൾ അന എന്ന് മാത്രമേ പറയുള്ളൂ. ഇന്നനി അനല്ലാഹു റബ്ബിർജിഊൻ എന്ന് പറയുന്നുണ്ടല്ലോ, ഞാൻ മുമ്പ് പറഞ്ഞതാണ് നിങ്ങൾക്ക്. അവർക്ക് മരണവേളയിൽ അവർ പറയും റബ്ബിർജിഊൻ. ഇർജിഊൻ എന്ന് പറയുന്ന ബഹുവചനത്തോടാണ് പറയുന്നത്. നിങ്ങൾ എന്നെ ഒന്ന് മടക്കി തന്നാലും, അവിടെ നിങ്ങൾ എന്നാണ്, നിങ്ങളോടാണ് പറയുന്നത്, ഒരാളോടല്ല. ഒരാളോട് പറയുകയാണെങ്കിൽ റബ്ബിർജിഊനി എന്നാണ് പറയാം, അത് വേറെ വിഷയം. അപ്പൊ ഇന്നല്ലദീന കസ്സബൂ ബി ആയാതിന, എന്റെ തെളിവുകൾ കേൾക്കാനോ മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ തയ്യാറില്ലാത്ത ആളുകൾ, വസ്തക്ബറു അൻഹ, അതിനോട് കിബ്ർ കാണിക്കുകയും ചെയ്യുന്ന ആളുകൾ. ഇതാണ് നമ്മുടെ പ്രശ്നങ്ങൾ. അതാണ് മറ്റൊരാളുടെ അറിവ് എനിക്ക് ആവശ്യമില്ല എന്ന ഈ അഹങ്കാരത്തിന്റെ അറിവ്. ഞാൻ നിങ്ങൾക്ക് എപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരു വ്യക്തിയുടെ അറിവ് എന്ന് പറഞ്ഞാൽ വളരെ പരിമിതമായ അറിവാണ്. ഈ പ്രപഞ്ചത്തിലെ ജ്ഞാനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സാഗരമാണ്. അതാണ് ഖുർആൻ അറിവിനെ സാഗരത്തോട് ഉപമിക്കാൻ കാരണം. ആ അറിവിന്റെ സാഗരത്തിൽ എനിക്കോ നിങ്ങൾക്കോ കിട്ടുന്നത് ഒരു തുള്ളി ഉള്ളൂ. അപ്പൊ എനിക്ക് ആരുടെയും അറിവ് വേണ്ട എന്ന ഈ അഹങ്കാരത്തിന്റെ മനസ്സ് ഭൂമിയിൽ എല്ലാ മനുഷ്യർക്കും ഉണ്ടായാൽ ഈ ഭൂമി ഡെവലപ്ഡ് ആവില്ല, തസവ്വുറാവില്ല, പുരോഗതിയിലേക്ക് വരൂല. എല്ലാ അറിവുകളെയും സ്വീകരിക്കാനുള്ള മനസ്സ് എല്ലാ ആളുകളും ആർജിക്കുമ്പോഴേ ലോകം പുരോഗമിക്കുള്ളൂ, പുരോഗതിയിലേക്ക് പോകുള്ളൂ. അതുകൊണ്ടാണ് ഈ അറിവിനെ തൊട്ട് നിങ്ങൾ അഹങ്കരിക്കരുത് എന്ന് പറയാനുള്ള കാരണം. ഇങ്ങനെ അഹങ്കരിച്ചു കഴിഞ്ഞാൽ ലാ തുഫത്തഹു ലഹും അബ്വാബുസ്സമായി, സ്വർഗത്തിന്റെ വാതിലുകളല്ല, ആകാശത്തിന്റെ വാതിലുകൾ എന്ന് പറഞ്ഞാൽ വിശാലമായ അറിവിന്റെ വാതിലുകൾ അവർക്ക് തുറക്കപ്പെടുകയില്ല. അപ്പൊ വാതില് മനസ്സിലായോ നിങ്ങൾക്ക്? എന്തുകൊണ്ട് നമ്മൾ വാതില് എന്ന് പറഞ്ഞാൽ പദാർത്ഥ തലത്തിലുള്ള വാതിലിനെ കുറിച്ച് നമ്മുടെ ചർച്ചയേ അല്ല. ഖുർആന്റെ ചർച്ച അതില്ലേ ഇല്ല. അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചു. യൂസുഫിന്റെ കഥയുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോ അല്ലെ, യൂസുഫിന്റെ ഇമ്രാത്തുൽ അസീസ് തടഞ്ഞു വെച്ച വാതിൽ ഏതാണെന്ന് ഞാൻ സൂചിപ്പിച്ചു. അറിവിന്റെ വാതിലിൽ നിന്നാണ് തടഞ്ഞു വെക്കുന്നത്. അല്ലാതെ വീട്ടിന്റെ വാതിലിന്റെ ഉള്ളിലിട്ടിട്ട് നിങ്ങൾ പോകരുത് എന്ന് പറഞ്ഞ് പിന്നിന്ന് കുപ്പായം പിടിച്ച് വലിക്കലല്ല. അറിവിന്റെ വാതിലിക്കൽ ഒരാളുടെ ഇമ്രാത്തുൽ അസീസ്, ഒരാളുടെ ഇസ്സത്തിന്റെ മനസ്സ്, ദുരഭിമാനത്തിന്റെ മനസ്സ് അറിവിന്റെ വാതിലിക്കൽ തടഞ്ഞു നിർത്താൻ ഒരു സ്ത്രീയല്ല. അത് ഞാൻ പറഞ്ഞു, നിരവധി തവണ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെയും ചോദിക്കും അതേതാ പെണ്ണെന്ന്. പെണ്ണല്ല, ഇമ്രാത്ത് എന്ന് പറഞ്ഞ കണ്ണാടി, മിർആത്ത് കണ്ണാടി, ഇസ്സത്തിന്റെ കണ്ണാടി, അതാണ് ഇമ്രാത്തുൽ അസീസ്. ഓരോ മനുഷ്യന്റെ മനസ്സിലും ദുരഭിമാനത്തിന്റെ കണ്ണാടിയുണ്ട് ഉള്ളിൽ. ഈ ദുരഭിമാനത്തിന്റെ കണ്ണാടിയാണ് നമ്മെ വിജ്ഞാനം തേടിപ്പോകാൻ തടസ്സമായി നിൽക്കുന്നത്. അത് യൂസുഫിനെയാണ് തടയുന്നത്. അതാണ് ഇമ്രാത്തുൽ അസീസ്. അവരാണ് വാതിലിക്കൽ നിൽക്കുന്നത്. വാതിലിക്കൽ എന്ന് പറഞ്ഞാൽ അറിവിന്റെ വാതിലിക്കൽ, അല്ലാതെ ഈ വാതിലിക്കൽ ഈ ഡോറ് പൂട്ടിയിട്ട് നിങ്ങൾ പോകരുത് എന്ന് പറഞ്ഞിട്ട് പിടിച്ചു വലിക്കുകയല്ല. പക്ഷെ ചില ആളുകൾക്ക് ആ വായന തന്നെ വേണം, എന്നാലേ ഖുർആനെ വിമർശിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ആ വായന അത് വാതിൽ തന്നെയാണ്. പിന്നീട് ഇമ്രാത്തുൽ അസീസ് ജുലൈഹ തന്നെയാണ് പിടിച്ചു വലിച്ചിക്കുന്നത്. അതെന്തിനാണ് ഈ വായന തന്നെ നിലനിർത്തുന്നത്? ഖുർആനെ വിമർശിക്കാൻ എന്തെങ്കിലും വേണ്ടേ? ഖുർആനെ വിമർശിക്കണമെങ്കിൽ ആ വായന നിലനിർത്തിയെങ്കിലേ തങ്ങൾക്ക് സ്പേസ് ഉള്ളൂ എന്ന് മനസ്സിലാക്കി ഇതാണ് വായന എന്ന് പറഞ്ഞു കൊടുത്ത ആളുകൾ അംഗീകരിക്കൂല. അത് മാഷ് വെറുതെ പറയും. ഇമ്രാത്തുൽ അസീസ് എന്ന അസീസ് രാജാവിന്റെ ഭാര്യ തന്നെയാണ്. അസീസ് രാജാവിന്റെ ഭാര്യ സുലൈഹ തന്നെയാണ്. മൂപ്പര് അസീസ് രാജാവിന്റെ ഭാര്യ സുലൈഹ ബീവി യൂസുഫ് നബിയെ പിന്നിൽ നിന്ന് പിടിച്ചു വലിച്ചു തന്നെയാണ് എന്ന് പറയാം. നമ്മൾ പറഞ്ഞതല്ല. അസീസ് എന്ന് പറഞ്ഞാൽ ഇസ്സത്താണ്. ഒരു മനുഷ്യന്റെ ഇസ്സത്തും ബിൽ ഇസ്മിയാണ്. കുറ്റകരമായ ശരിയായ ഇസ്സത്ത് ആവശ്യമാണ്. അതാണ് ഇന്നല്ലാഹ അസീസുൻ ഹക്കീം എന്ന് പറയുന്നത്. ഇത് ഇസ്സത്തും ബിൽ ഇസ്മിയാണ്. വൈദാ ഖീല ലഹു തഖില്ലാഹ, അള്ളാഹുവിന്റെ അറിവിനെ നിങ്ങൾ സൂക്ഷ്മമായി സ്വീകരിക്കുകയും അങ്ങനെ നിങ്ങളുടെ മനസ്സിന് ശക്തി കൊടുക്കുകയും ചെയ്യണമെന്ന് അവരോട് പറഞ്ഞാൽ അഹദത്തുൽ ഇസ്സത്ത് ബിൽ ഇസ്മി, അവരെ ഇസ്സത്ത് പിടികൂടും. ഞാനിപ്പോ അറിവെടുക്കാനോ എനിക്ക് അതിന്റെ ആവശ്യമില്ല,
എന്ന ഈ ദുരഭിമാനത്തിന്റെ കുറ്റകരമായ ഇസ്സത്ത് ഒരു മനുഷ്യന്റെ മനസ്സിനെ പിടികൂടുകയായി. ഈ ഇസ്സത്താണ് യൂസുഫിനെ അറിവിന്റെ വാതിൽക്കൽ തടഞ്ഞു നിർത്തുന്നത്, അല്ലാതെ സുലൈഖ ബീവി എന്നല്ല. അപ്പോഴേ ഈ ഖുർആനിക വചനം ഇന്നും പ്രായോഗികമാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് യൂസുഫ് നബിയുടെ ഒരു പ്രേമ അല്ലെങ്കിൽ എന്തോ ഒരു കഥ വായിച്ച് രസിക്കാം എന്നതിൽ കവിഞ്ഞ് ആ ആയത്തൊന്ന് പ്രായോഗികമല്ല. നേരെ മറിച്ച് അറിവ് തേടി നമ്മൾ അന്വേഷിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ഇസ്സത്തിന്റെ മനസ്സ് നമുക്ക് തടസ്സമായി നിൽക്കുന്നു. ഞാൻ അയാളെക്കാളൊക്കെ എത്രയോ ഉന്നതനാണ്, എനിക്കെന്തിനാ അയാളെ അറിവെടുക്കുന്നത് എന്ന ഈ ഒരു ഇസ്സത്തിന്റെ മനസ്സ് ഓരോ വ്യക്തിയിലുമുണ്ട്, നമ്മളിൽ ഓരോരുത്തരിലുണ്ട്, എന്നിലുണ്ട്, ഓരോരുത്തരിലുമുണ്ട്. ഈ മനസ്സ് നമ്മെ അറിവ് അന്വേഷിക്കുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തും. ആസർ നമ്മെ തടഞ്ഞു നിർത്തും, ഇബ്രാഹിമിനെ തടഞ്ഞു നിർത്തിയതുപോലെ. ആസർ എന്ന് പറഞ്ഞാൽ പൈതൃകങ്ങളുടെ വിശ്വാസങ്ങളാണ് ആസർ എന്ന് പറയുന്നത്. ആസർ എന്ന് പറയുന്ന ഇബ്രാഹിമിന്റെ വാപ്പയല്ല. അതുപോലെ തന്നെ ഫിറഔൻ എന്ന് പറയുന്ന അഹങ്കാരത്തിന്റെയും ഇസ്സത്തിന്റെയും പ്രതീകമായ ഫിറഔൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലുണ്ട്. ഇത് മനുഷ്യബുദ്ധിയെ, മൂസയെ വിജ്ഞാനത്തിൽ നിന്ന് തടഞ്ഞു നിർത്തും. ഇത് ഇങ്ങനെ വായിക്കുമ്പോൾ ഇന്നും ഓരോരുത്തരിലും ഇത് പ്രായോഗികം. അങ്ങനെ വരുമ്പോൾ ഖുർആനിലെ ഓരോ അക്ഷരങ്ങളും ഇന്ന് നമ്മളോട് സംസാരിക്കുന്ന വാക്കുകളാണ്. ഇങ്ങനെ വായിക്കണം.